ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 60. അപ്പോൾ എപ്പിസോഡ് റിവ്യൂ പറയുന്നതിന് മുന്നേ സീസൺ 6 പറ്റി ഒരു 2 വാക്ക് പറയണം. കാരണം കാണുന്ന പ്രേക്ഷകരെ ഇത്രയധികം മണ്ടന്മാരാക്കുന്ന അല്ലെങ്കിൽ ഇത്രയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന, അതായിരിക്കും കറക്റ്റ് വേർഡ്, ഇത്രയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സീസൺ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അറിവിലില്ല. കാരണം ഓരോ എപ്പിസോഡും അത്രയധികം ഇറിറ്റേറ്റിംഗ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തു പറയേണ്ട കാര്യം ബിഗ് ബോസിൻ്റെ സ്വന്തം ഒഴിയാബാധ തന്നെ പറയണം, ഒഴിയാബാധയായിട്ടുള്ള റസ്മിനെ പറ്റിയാണ് പറയേണ്ടത്. റസ്മിൻ ആരാണെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. റസ്മിൻ ഒരു കോമണറാണ്, നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പോയിട്ടുള്ള ഒരാളാണ്. ആ ഒരാളെ പറ്റി നമുക്ക് പറയാനുള്ള അവകാശം കുറച്ച് കൂടുതലാണെന്ന്, ബാക്കി ആരെ പറ്റി നമ്മൾ പറയുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ അവകാശം നമുക്ക് റസ്മിനെ പറ്റി പറയാനുണ്ട്. കാരണം നമ്മുടെ ഇടയിൽ നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഈ ആളാണ് ഈ ഷോയിലെ ഏറ്റവും അധികം ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് മുന്നേ ആണെങ്കിൽ ഗബ്രിയേയും പറയാം, ജാസ്മിനെ പറയാം, എല്ലാവരെയും പറയാം. പക്ഷേ ഡേ 1 മുതൽ ഇന്ന് വരെയുള്ള ഒരു ടോട്ടൽ ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂസും ഇല്ലാണ്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാൾ, ഏതെങ്കിലും ഒരു രീതിയിലൊരു നല്ല രീതിയിൽ കണ്ടൻറ്റോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ ഒരു കാര്യവും ഇല്ലാണ്ട് ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് നിന്നൊരാൾ ഏത് കോൺസെപ്റ്റിലാണ് ഇത്രയും ദിവസം നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എല്ലാവരും ഓരോരുത്തർ നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തെങ്കിലും തരത്തിലുള്ളൊരു കണ്ടന്റ് നമുക്ക് തരുന്ന ഒരാൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. ഇത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എത്ര അവസരം വന്നാലും എങ്ങനെയെങ്കിലും അത് സേവായി അതിൽ ഈ സീസൺ 6 അവസാനം വരെ അത് പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട്, ഹൗസിലുള്ള ആളുകൾക്ക് ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട്, എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട, ജാസ്മിനായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് എന്ന് തന്നെ പറയണം. അത് കഴുത്തിനാണ് പിടിച്ചത്. അത് ബിഗ് ബോസ് ബുദ്ധിപൂർവ്വം ലൈവിൽ നിന്നും എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. കാരണം ഇപ്പോൾ കേസ് നടക്കുന്നതുകൊണ്ടായിരിക്കും ഒരു ഫിസിക്കൽ അസോൾട്ടും കൂടി കാണിച്ച് കഴിഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരിക്കും കട്ട് ചെയ്ത് മാറ്റി. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ പിന്നീട് അവരുടെ സംസാരം ലൈവിൽ അവരെ കണ്ടസ്റ്റന്റുകൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ നമുക്ക് മനസ്സിലായി കഴുത്തിന് പിടിച്ച് തള്ളുന്ന സിറ്റുവേഷനാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് പുഷ് ചെയ്തതിനാണ് അത്രയും വലിയ ഫാൻ പവർ ആയിട്ട് നിന്നിരുന്ന റോബിൻ പുറത്തു പോയത്, രജിത് സാറ് പുറത്തു പോയത്. വേറെ ഒന്നും എടുത്ത് ചിന്തിക്കേണ്ട, ഈ സീസണിലെ റോക്കി പുറത്തു പോയത്. റോക്കിയുടെ ഐഡി ഇത്തിരി കൂടുതലായിരുന്നു, അത് ഓക്കെ, അത് നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ പുറത്താക്കിയ ഒരു കണ്ടസ്റ്റന്റ് നിലവിലുള്ള ഒരു സീസൺ തന്നെയാണ് ഈ സീസൺ 6. അവിടെ ബിഗ് ബോസ് നേരിട്ട്, അതായത് സിജോ പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഡയറക്റ്റ് പുറത്താക്കിയ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ വീണ്ടും ഒരു ഫിസിക്കൽ അസോൾട്ട് വന്നപ്പോൾ ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിരുന്നു ഇനി ഒരാൾക്കും വാണിംഗ് ഇല്ല, ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തി അവരെ ഉപദേശിച്ച്, മക്കളെ എന്താണ് സുഖമല്ലേ, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഇങ്ങനെയൊക്കെ ഉപദേശിച്ച് ജാസ്മിനെ കൊച്ചിനോട് ക്ഷമിക്കുക, എന്തെങ്കിലും പരാതി ഉണ്ടോ. ജാസ്മിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് പേഴ്സണലി ജാസ്മിനോട് ഒരു തരത്തിൽ എനിക്ക് യോജിച്ച് പോകാൻ പറ്റാത്ത ഒരാളാണ്. ജാസ്മിൻ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ആയാലും വന്നതിന് ശേഷമായാലും ജാസ്മിൻ എന്നൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഒരിക്കലും കണക്ട് ആവാത്തൊരു ആളാണ് ഞാൻ. അപ്പോൾ ജാസ്മിൻ ഒരുപാട് കുറ്റങ്ങളുണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, ഒരു തരത്തിൽ ഞാൻ ആയിരിക്കില്ല. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡ് മാത്രം വെച്ച് ഞാൻ പറയുകയാണ്, ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ന്യായം ജാസ്മിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ജാസ്മിൻ അവിടെ ക്ഷമിച്ചു. കാരണം ജാസ്മിൻ കുറച്ച് എനിക്ക് തോന്നിയത് തെറ്റായിരിക്കും ശരിയായിരിക്കും. പക്ഷേ ഇന്ന് എനിക്ക് ഈ ഒരു എപ്പിസോഡിൽ ലൈവൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കുറച്ച് റിലേഷൻഷിപ്പിനൊക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളൊരു ഇത് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഫ്രണ്ട്ഷിപ്പിനായാലും ഇപ്പോൾ ഗബ്രി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊരു ഡെഫിനിഷൻ തരാത്തതുകൊണ്ട് നമുക്ക് അത് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇന്നത്തെ ഒരൊറ്റ എപ്പിസോഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് മുന്നുള്ളതോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളോ ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ഇന്നത്തെ ഒറ്റ എപ്പിസോഡിൽ വെച്ചാൽ ഞാൻ പറയുന്നത്, ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ജാസ്മിൻ്റെ അകത്ത് കുറച്ച് ന്യായമുള്ള പോലെ തോന്നി. ജാസ്മിൻ അവിടെ നാച്ചുറലി ക്ഷമിക്കും. വേറെ ആരാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പറയാം, ചിലപ്പോൾ ചാൻസ് ഉണ്ട്, ക്ഷമിക്കില്ല എന്ന് പറയാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ജാസ്മിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ജാസ്മിൻ ക്ഷമിക്കും എന്നേ പറയുള്ളൂ. കാരണം ജാസ്മിൻ പെട്ടെന്ന് എല്ലാം മറന്ന് എല്ലാവരോടും സിങ്ക് ആവുന്ന ഒരു ക്യാരക്ടറാണ്. വൻ അടിയൊക്കെ നടക്കും, ജിൻഡോ ആയിട്ടൊക്കെ എത്രയോ അടികളൊക്കെ നടക്കും. എന്നിട്ടും ജിൻഡോ കാക്കാന്ന് പറഞ്ഞ് ഒരുമിച്ച് പോയി നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ ഗ്യാങ്ങിലും. അതായത് ചില സിറ്റുവേഷനിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ജാസ്മിനെ നമുക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ ഗ്യാങ്ങിലോട്ടൊക്കെ ജാസ്മിൻ ഇടിച്ച് കയറി ചെന്നിരിക്കുമ്പോൾ ജാസ്മിൻ ഒന്ന് പോയി തരും, ഞങ്ങൾ കുറച്ച് സംസാരിക്കേണ്ടതൊക്കെ പറയുമ്പോൾ അവിടെ നാണം കെട്ട് നാറി അതിൻ്റെ ഇടയിൽ ഞാനിവിടെ മൂലക്ക് ഇരുന്നോളാം വെച്ചാൽ നിങ്ങൾ സംസാരിച്ചു, ഞാനൊരു ഒന്നും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ജാസ്മിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് എത്രയൊക്കെ ആക്റ്റീവ് പറഞ്ഞാലും ഇത് അങ്ങനെ ഒന്ന് എടുക്കാനുള്ളൊരു മെച്യൂരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഞാൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് ജാസ്മിനോടുള്ളൊരു ക്യാരക്ടറിൽ വന്നൊരു ഡിഫറൻസ് കൊണ്ട് മാത്രം പറയുന്നതാണ്. ഇത് മുന്നേ ജാസ്മിൻ ചെയ്ത ഒരു കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ റസ്മിൻ ചെയ്ത ഒരു കാര്യം ജാസ്മിനോട് ക്ഷമിക്കും. പക്ഷേ ആ ഒരു അവസരം മുതലെടുക്കാൻ പറ്റിയൊരു കണ്ടസ്റ്റൻറ്റ് പോലും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ബിഗ് ബോസ് ഒരു ഫിസിക്കൽ അസോൾട്ടിന് വാണിംഗ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആളുകളാണ്. അവർക്ക് പറയാം ഇതേപോലെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ഇനി അതിൽ നിൽക്കുമ്പോൾ അവിടെ സേഫായിട്ട് നിന്ന് കളിക്കാനുള്ള ധൈര്യമില്ല, ആളെ പുറത്താക്കണമെന്ന് പറയാൻ ഒരാൾക്കും പറ്റില്ല. അവിടെ നിർത്തണമായിരുന്നു ഗെയിം.
അതായത് ഇനി ഈ ഷോ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനൊരു നടപടി എടുത്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഹൗസിലുള്ള ഒരാളിരുന്നാൽ മതിയായിരുന്നു. അവർക്ക് പറയാം, ഞങ്ങൾക്ക് ഈ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് ഗെയിം കളിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ട് വരും, അങ്ങനെ എന്തും പറയാം അവർക്ക്. കാരണം അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു, അത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നു. എന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ പോലും ഒരാളില്ല. എന്നിട്ട് ഈ പറഞ്ഞ റസ്മിൻ അവിടെ ഇരുന്ന് കാണിച്ചു കൂട്ടുന്ന പട്ടി ഷോ എന്ന് തന്നെ പറയണം. അതിനെ സപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന ഋഷി, നോറ, ഇങ്ങനെയുള്ളവർ. നോറയോട് എന്നിട്ട് പറയുന്നുണ്ട് അവനോട് മിണ്ടാണ്ടിരിക്കാൻ പറയാൻ. പിന്നെ ഋഷിയോട് പറയുന്നു ആ പന്നിയുടെ മോനോട് മിണ്ടാണ്ടിരിക്കാൻ പറയാൻ. അത് ആരും കേട്ടല്ലോ, ആകെ ഋഷി നോറയും മാത്രമേ ആ സംഭവം കേട്ടിട്ടുള്ളൂ. തന്തക്ക് വിളിച്ചതാണ്, അവളുടെ കൾച്ചറാണ് കാണിച്ചത്. അത്രയും സംഭവങ്ങളാണ്. സിബിന് എന്തോ ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറയാം. ആംഗ്യം എന്താണ് ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല. ആംഗ്യം കാണിച്ചതിൻ്റെ പേരിൽ സിബിന് അത്രയും ടോർച്ചർ ചെയ്ത് പുറത്താക്കി. ഇത് പച്ചക്ക് തന്തക്ക് വിളിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നിട്ട് നോറ പറയാണ്, സിജോട് പറയാണ് മിണ്ടാണ്ടിരിക്കുക, അവൾക്ക് അവിടെ മിണ്ടാണ്ടിരിക്കാം. തീപ്പൊരിയായിട്ട് കാട് കത്തിക്കാൻ എന്തോ കാട്ടുതീയായിട്ടൊക്കെ വന്ന ഒരാളോട് അവൾക്ക് ഇറിറ്റേറ്റ് ആവുന്നു, മിണ്ടാണ്ടിരിക്കടാന്ന് പറഞ്ഞപ്പോൾ അവിടെ മിണ്ടാണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ അകത്തുള്ള ആളുകളുടെ അവസ്ഥ. അവസരങ്ങൾ കിട്ടുമ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരാൾ പോലും അതിൻ്റെ അകത്തില്ലെന്ന് പറയണം. അത്രയും നല്ല സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ട് ഈ തന്തയ്ക്ക് വിളിച്ചൊരു കാര്യം ഈ വീക്കെൻഡിൽ ലാലേട്ടം വന്ന് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ ഈ ഉറപ്പിച്ച് പറയുന്നു, ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു രീതിയിൽ ഇത് തള്ളിക്കളയും. ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയില്ല, ചിലപ്പോൾ സംസാരിച്ചില്ലെന്ന് തന്നെ വരാം. കാരണം വേറെ ആരും അതിൻ്റെ അകത്ത് കേട്ടിട്ടില്ല. ഈ കേട്ട ഋഷിന്ന് പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ഇനി സംസാരിക്കാനും പോണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തള്ളിക്കളയാം. ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെപ്പറ്റി ഒരു ക്വസ്റ്റിനേ വരാൻ ചാൻസ് ഇല്ല. ആ ഒരു സിറ്റുവേഷൻ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരാൾ പോലും അതിൻ്റെ അകത്ത് ഉണ്ടായില്ലെന്നാണ് എനിക്ക് തോന്നിയത്. ഒരാൾ മതിയാവും, ഒരാൾ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് ആ വീട്ടിലെ റസ്മിൻ പുറത്താണ്. കാരണം അത്രയും വലിയ ഫിസിക്കൽ അസോൾട്ടും ഒരാൾ കണ്ടസ്റ്റൻറ്റിനെ തന്തയ്ക്ക് വിളിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടും റസ്മിൻ ഇന്നും അവിടെ നിൽക്കുന്നു, അതും പവർ റൂമിൽ. വളരെ മോശം തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതെന്താ ഞാൻ പറഞ്ഞു, ഇത്രയും കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഒരു സീസൺ. എനിക്ക് ഇന്ന് വേറൊരു ഫീലിംഗ് വന്നതെന്ന് വെച്ചാൽ ഞാൻ സീസൺ 1 ഉം 2 ഒന്നും കാണാത്ത ഒരാളാണ്. അപ്പോൾ ഈ ശ്വേതാ മേനോൻ്റെ ആയാലും സാബുമോൻ്റെ ആയാലും അവരൊരു അപ്രോച്ച്, ബാക്കിയുള്ളവരോടുള്ള അപ്രോച്ച്, അവരുടെ സംസാര രീതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം സീസൺ 1 ഒരു നിലവാരം മനസ്സിലായി. കാരണം അത്രയും നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസൺ 6 കണ്ടസ്റ്റൻറ്റുകൾ എവിടെ കിടക്കുന്നു? അവരൊക്കെ എത്ര ശ്രമിച്ചാലും ആ ഒരു ലെവലിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് മോശം ഗെയിമേഴ്സാണ് ഈ സീസൺ 6 വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ജിൻഡോയുടെ ഒരു അവസ്ഥ എടുത്ത് പറയണം. എപ്പിസോഡിൽ കാണിച്ചില്ല, ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ജിൻഡോയുടെ ഒരു അവസ്ഥ. ഈ പവർ റൂം എന്നൊരു കോൺസെപ്റ്റിനെ വെറുപ്പിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം ജിൻഡോക്ക് ഓൾറെഡി വയ്യ. കാരണം ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ്, അയാൾ അവിടെ കിടന്ന് എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അയാൾ പ്രായത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത്രയും കഷ്ടപ്പെട്ട ഒരാൾ ഇന്ന് അവിടെ കിടന്ന് പണിയെടുക്കുകയാണ്. വീട് മൊത്തം ഓടിയാണെന്ന് വൃത്തിയാക്കുന്നു, അടിച്ചു വാരുന്നു, ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം പുള്ളിക്കറിയാം ഇവിടെ എങ്ങനെ എന്ത് ചെയ്താലാണ് അവർക്ക് നേട്ടമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പുള്ളിയുടെ 100% കൊടുത്താണ് ഇന്ന് രാവിലെ ചെയ്തത്. അത് എന്നിട്ട് മരുന്ന് കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് പോലും ബ്രേക്ക്ഫാസ്റ്റ് പുള്ളിക്ക് കൊടുത്തില്ല. എല്ലാവരും ഒരുമിച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ കഴിക്കാൻ പോയ ആളെ തടഞ്ഞു നിർത്തി പവർ റൂമിലുള്ള ടീമുകൾ വന്നിട്ട്. എന്നിട്ട് ഋഷി ഒരു ബുൾസേ കൊണ്ടുവന്ന സിറ്റുവേഷൻ എപ്പിസോഡിൽ കണ്ടായിരുന്നില്ലേ? ആ എപ്പിസോഡിൽ അത് കൊണ്ടുവന്നപ്പോൾ അത് കഴിച്ചാൽ ശരിയാവില്ല, കാരണം ഓൾറെഡി നമ്മൾ അവരെല്ലാം നിർത്തിയിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഈ ഉത്സൈ അവർ പവർ റൂമിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഋഷി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മൈൻഡ് ചെയ്ത് എത്ര ഡേർട്ടി മൈൻഡാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അങ്ങേരെ എന്നിട്ട് ഒരു തരി ഭക്ഷണം പോലും കഴിക്കാണ്ട് മരുന്ന് കഴിച്ചു. എന്നിട്ട് സാബുമോനാണ് ഒരു ലൈം ഓർഡർ ചെയ്തിട്ട് അത് വിളിച്ച് നമ്മുടെ ജിൻഡോക്ക് കൊടുത്തത്. കാരണം പുള്ളിക്ക് മനസ്സിലായി അത്രയും വയ്യാണ്ടായിരുന്നു. ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും പുള്ളിക്ക് നേരെ ചൊവ്വ നടക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലായി പോയി. ഇന്നത്തെ ഒരു എപ്പിസോഡ് മൊത്തം എടുത്തു പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് വയ്യ, ഒരു തരി എനർജി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല സ്ഥലത്തും പുള്ളി സൈലൻ്റായി പോയത്. പുള്ളിക്ക് ആരോഗ്യമില്ല. അത്രയും ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് ഈ പവർ ടീം ഇപ്പോൾ ഈ നിലവിലുള്ള പവർ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം അൻസിബ, നോറ, 2 പേരും ഈഗോയുടെ എക്സ്ട്രീമുള്ള ആൾക്കാരാണ്. അൻസിബയൊക്കെ ഈഗോ ഇത്രയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ പവർ റൂമിൽ കയറിയതിന് ശേഷം. കാരണം മുന്നേ അൻസിബ ഈഗോ അടിച്ച് കാണിച്ചിരുന്നത് നിലവിലുണ്ടായിരുന്ന പവർ ടീമുകളോടായതുകൊണ്ട് തന്നെ നെഗറ്റീവായി കിടക്കുന്നവർക്കെതിരെ നമുക്ക് സംസാരിക്കുന്നവരോട് നമുക്ക് ഒരു താല്പര്യം തോന്നും. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അൻസിബ അടിപൊളിയായിരുന്നു. പക്ഷേ ആ അതേ അധികാരം അൻസിബയുടെ കൈ കിട്ടിയപ്പോൾ അൻസിബയുടെ കാണിക്കൽ കാണുമ്പോഴാണ് മനസ്സിലായത് അൻസിബയ്ക്ക് എത്രത്തോളം ഈഗോ ഉണ്ടെന്ന്. അൻസിബ വലിയ എന്തോ ആക്ട്രസ് ആണെന്നുള്ളൊരു ഭാവം അൻസിബയ്ക്ക് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അൻസിബയോട് താഴെയാണെന്നുള്ള രീതിയിലുള്ള അപ്രോച്ച് തന്നെയാണ് അൻസിബ എല്ലാവരോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗസ്റ്റായിട്ടൊന്ന് ശ്വേതാമേനോ വന്നപ്പോൾ തന്നെ ഒരു പുച്ഛഭാവത്തിലുള്ള ചിരിയാണ് അൻസിബയുടെ മുഖത്തുണ്ടായിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത്രക്ക് ഈഗോ ഉള്ളൊരു സ്ത്രീയാണ് എനിക്ക് തോന്നുന്നത് അൻസിബ. ഈ പറഞ്ഞൊരു അൻസിബയാണ് പ്രേക്ഷകർ വോട്ട് ചെയ്ത് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും പ്രേക്ഷകർ വോട്ട് ചെയ്ത് 2 തവണ സേവ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത്.
കാരണം ഈഗോയുടെ എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് സ്ത്രീകളാണ്. നോറയുടെ കാര്യം നോർമൽ, ഞാൻ പറഞ്ഞു ഇന്നലത്തെ വീഡിയോ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നോറ എന്നുള്ളൊരു പെൺകുട്ടി ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ അല്ല എന്ന് പറയുന്നുള്ള 100% ഉറപ്പാണ്. കാരണം ആ പെൺകുട്ടി നോർമൽ അല്ല. ആ പെൺകുട്ടിയെ ഡിസ്റെസ്പെക്ട് ചെയ്തു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഈ റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാം കൂടി എനിക്ക് കിട്ടണം, ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് കിട്ടില്ല. ഈഗോയുടെ എക്സ്ട്രീം ആയിട്ടുള്ള ഈ രണ്ട് വേർഷൻസ് പവർ റൂമിൽ കയറിയപ്പോൾ നമ്മൾ ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ എപ്പിസോഡുകൾ കാണുമ്പോൾ. കാരണം ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ ആയാലും അതിന് മുന്നത്തെ സീസൺ ആയാലും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞത്. കാരണം അത്രയധികം രസകരമായിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു ഹോട്ടൽ ടാസ്കിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, എത്ര മോശമാണ്. അത് വേറെ ആരുമല്ല, ഈ പവർ ടീം എന്നൊരു കോൺസെപ്റ്റും അതിൽ ഒരു തരത്തിലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾ അതിൽ കയറിയതും ആയി പോയതുകൊണ്ടാണ് ഇത്രയ്ക്ക് മോശമായി പോയത്. ഒരുപാട് പേര് എക്സ്പോസ് ആയിട്ടുണ്ട്. എനിക്ക് പറയുകയാണെങ്കിൽ അതിൽ അഭിഷേക് അടക്കം എക്സ്പോസ് ആയിട്ടുണ്ട്. ഇവരെല്ലാവരും നല്ല രീതിയിൽ പോസിറ്റീവായി വന്നൊരു സിറ്റുവേഷനിലാണ് ഈ പവർ റൂമിൽ പോയി ഇവരെല്ലാം തനിനിറം പുറത്തു വന്നത്. അഭിഷേകിനൊക്കെ കുറച്ച് ഇതുണ്ട്, ഒരു മാനസിക പരികരണമുള്ള ആൾ തന്നെയാണ്. പക്ഷെ അൻസിബയെ പേടിച്ച് നിൽക്കുന്ന അഭിഷേകിനാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. ടോക്സിക് മല്ലു എന്നുള്ളൊരു ഇതിലൊക്കെ അതിലോട്ട് പോയിട്ട് ഈ 3 പെൺപിള്ളേരെ പേടിച്ച് നിൽക്കുന്ന അഭിഷേകിനാണ് ഞാനത് കാണുന്നത്. അഭിഷേകിന് ശബ്ദം പറയാനായിട്ട്, അതായത് അൻസിബ ആയാലും നോറ ആയാലും റസ്മിൻ ആയാലും എന്ത് പറയുന്നു അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അല്ലാണ്ട് അവർക്കെതിരായിട്ട് ഇല്ല അങ്ങനെയല്ല നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയാനുള്ള ഒരു ഡയലോഗ്, ഒരു വോയിസ് അതിൻ്റെ അകത്ത് അഭിഷേകിനില്ല. അഭിഷേകിന് പേടിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മൈൻഡിൽ ടച്ചായ കാര്യം ജാസ്മിൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ, അവിടെ അത്രയും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടും ആ ഒരു ക്യാരക്ടർ വിടാണ്ട് പിടിച്ചു നിന്നൊരു സംഭവമുണ്ട്. അതായത് അവിടെ നിന്നിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉള്ളിൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അത് പുറത്ത് കാണിക്കാണ്ട് ജാസ്മിൻ ആ ക്യാരക്ടറിൽ തന്നെ നിന്നു കുറച്ച് നേരത്തേക്ക്. അത് വേറെ ആർക്കും പറ്റാത്തൊരു കാര്യമാണ്. കാരണം തനിക്ക് നേരെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് ക്യാരക്ടർ വിടാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ന്യായം ജാസ്മിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവിടെ ജാസ്മിനെതിരെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടും ഋഷി ആയാലും അൻസിബ ആയാലും പോയി ആശ്വസിപ്പിക്കുന്നത്, പോയി പിടിച്ചു മാറ്റിയത് റസ്മിനെ. എന്നിട്ട് അവിടെ ഫിസിക്കൽ അസോൾട്ട് നേരിട്ട ആളെ ജാസ്മിനെ മാറി നിൽക്കടി, മതിയായില്ലടി നിനക്ക്, നിർത്തടി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഋഷി. ഇവരൊക്കെ ഘോരം പ്രസംഗിക്കാറുണ്ടല്ലോ, മനുഷ്യത്വം വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇതാണ് ഇവരുടെയൊക്കെ ഒരു ക്യാരക്ടർ. എല്ലാവരും നല്ല രീതിയിൽ എക്സ്പോസ് ആയിട്ടുണ്ട്. ഇതിൽ ഇന്ന് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാബു പറഞ്ഞൊരു ഡയലോഗുണ്ട്, ജാസ്മിനും ജിൻഡോയും ഒരുമിക്കാണ്ട് നിങ്ങൾ നോക്കിക്കോ. കാരണം ഈ സീസൺ 6 സ്ട്രോങ് ആയിട്ടുള്ള 2 പേര് ജാസ്മിനും ജിൻഡോ തന്നെയാണ്. ഒരാൾ നെഗറ്റീവ് ആണെങ്കിലും ഒരാൾ പോസിറ്റീവ് ആവും. ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഗെയിമർ എന്നുള്ള രീതിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ 2 പേരുമാണ് ഏറ്റവും സൂപ്പർ. കാരണം ഒരു ടാസ്ക് വരുമ്പോൾ അതിൽ ഫൺ എലമെൻ്റ് ആഡ് ചെയ്യുന്ന കാര്യത്തിലായാലും ഫുൾ 100% കൊടുക്കുക എന്നുള്ളത് ആ ഒരു കാര്യത്തിലായാലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളായിട്ട് വരും. ഇവർ ഈ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരുപാട് കോമൺ എലമെൻസും ഉണ്ട്. കാരണം എത്ര വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഈസി ആയിട്ട് ഇവർ 2 പേര് സിങ്ക് ആവും. അപ്പോൾ ഇവർ 2 പേരും ഒരുമിച്ച് നിൽക്കുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പിടിച്ചാലും കിട്ടൂല എന്ന് സാബുവും പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കറക്റ്റാണ്. കാരണം അവർ 2 പേരും വിചാരിച്ചാൽ മതി ഈ സീസൺ 6 അടിപൊളിയാക്കാൻ. അവർ 2 പേരും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കണ്ടന്റുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും, ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെന്റ്സ് നമുക്ക് കിട്ടും. പക്ഷേ ഈ ഗബ്രി റസ്മിൻ ഈ ഒരു നെറ്റ്വർക്കിൽ ജാസ്മിൻ കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ ഇവർ ഫീഡ് ചെയ്ത് കൊടുത്തതിൻ്റെ പേരിൽ ജാസ്മിൻ നല്ല രീതിയിൽ നെഗറ്റീവായി പോയി. ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ വളരെ നല്ല രീതിയിലാണ് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുക. അപ്പോഴാണ് ഗബ്രിയാണ് പോയി പറയുന്നത്, നീ ചിരിച്ചു പറയുന്നതുകൊണ്ടാണ് പ്രശ്നം, നീ ചിരിച്ചു പറയുന്നതുകൊണ്ട് അവർ സീരിയസ് ആയിട്ട് എടുക്കില്ല. അതായത് ജാസ്മിൻ അത്രയ്ക്ക് കൂളായിട്ടാണ് തുടങ്ങിയത്, ചിരിച്ചു പറയുന്നതുകൊണ്ടാണ് ഇവരൊക്കെ നേടുക. പിന്നെ ഈ ഒരു ഗബ്രിയുടെ ഒരു ഫീഡിങ്ങിലാണ് ജാസ്മിൻ ഇത്രയ്ക്ക് അങ്ങനെ നെഗറ്റീവായി പോയത്. പക്ഷേ ഇനി അതിൽ നിന്ന് കയറി വരാൻ ജാസ്മിൻ നല്ല പാടുപെടേണ്ടി വരും. കാരണം ഇത്ര എപ്പിസോഡായി, ഇപ്പോൾ 60ാമത്തെ എപ്പിസോഡ് വന്ന് നിൽക്കുമ്പോൾ ഇത്രയും നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് ജാസ്മിൻ കയറി വരണമെങ്കിൽ നല്ല പാടുണ്ട്. പിന്നെ ബിഗ് ബോസ് ആണ്, ഒറ്റ ദിവസത്തെ എപ്പിസോഡ് മതി ഒരാൾ താഴെ പോകാനും മേലെ വരാനും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് ജാസ്മിന് ഒരുപാട് പോസിറ്റീവ് കൊടുത്തരാൻ ചാൻസ് ഉണ്ട്. ലൈവ് കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ജാസ്മിൻ അത്രയധികം അൻസുബയും നോറയും എല്ലാവരും ടോർച്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഗബ്രി എവിക്റ്റ് ആയതിൻ്റെ പേരിൽ തൻ്റെ ഗെയിം മാറ്റിയ റസ്മിൻ ആയാലും ജാസ്മിൻ ഒറ്റപ്പെടുത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ജാസ്മിൻ അതിൻ്റെ അകത്ത് പോയിരുന്നു ഓപ്പണായിട്ട്. ജാസ്മിൻ ആ ഫോട്ടോ ഇരുന്ന് നോക്കിയിരുന്നൊക്കെ നമ്മൾ കുറേ കണ്ടിച്ചിരിച്ചെങ്കിലും, കാരണം ജാസ്മിൻ അതിൻ്റെ അകത്ത് പോയിരുന്ന് ഓപ്പണായിട്ട് സംസാരിക്കേണ്ട ഒരാളില്ല. അങ്ങനെ ഇത്രയും ദിവസമൊക്കെ ആ ഒരു വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ എല്ലാവരും മൈൻഡ് മാറും. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ, ഇപ്പോൾ ശത്രുവാണെങ്കിൽ പോലും ഒരാൾ കേൾക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. അപ്പോൾ അതുപോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് പുള്ളിക്കാരി നടക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ജാസ്മിൻ ഇന്ന് നോറ ആയാലും അൻസിബ ആയാലും വലിച്ചു കയറി ഭിത്തി ഒട്ടിക്കേണ്ട ഒരാളാണ്.
മെന്റലി അത്രയും സ്ട്രോങ് ആയിട്ടൊരു ലേഡി തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ പുള്ളിക്കാരുടെ 2 ദിവസമായിട്ടുള്ള സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരിയുടെ ഒരു 100% ഇന്ന് പുറത്ത് വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ ജാസ്മിൻ നെഗറ്റീവ് ആയാലും, അത് ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഒരാളാണ്, ജാസ്മിൻ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അൻസിബേനെ ഓറയും വലിച്ചു കീറി വിത്തൊട്ടിച്ചേനെ. നമ്മൾ ഇന്ന് എഴുത്ത് പറയേണ്ടത് ഈ 2 പ്ലെയേഴ്സിൻ്റെ ആണ്. ഇത്രയും ഒരു ടാസ്കിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട ജിൻഡോയും ഒരു ഫിസിക്കൽ അസോൾട്ട് നേരിട്ടിട്ട് ഒരാളുടെ പോലും സപ്പോർട്ട് കിട്ടാണ്ട് അതിൻ്റെ അകത്ത് നിന്ന ജാസ്മിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അവസാനിപ്പിക്കാം. കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ബാക്കി നാളത്തെ എപ്പിസോഡിനോട് സംസാരിക്കാതെ ബൈ.